സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മോട്ടീവ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് സീ. ഓക്കെ, അപ്പോൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന മോട്ടീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇങ്ങനൊരു ആർച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ ടോപ്പിലെത്തുമ്പോൾ ഒരു പോയിന്റ് ചെയ്ത് നിർത്തുക ഷാർപ്പായിട്ട്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു പെറ്റലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചെരിച്ചിട്ട് ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം. ആ സെൻറ്ററിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ താഴോട്ട് സ്ട്രെയിറ്റ് കൊണ്ടുവരാം. ഇതേ മോട്ടീഫിനെ തന്നെ നമ്മൾ 2 ലെയർ ആയിട്ട് ചെയ്യും. അതായത് ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഉള്ളിലൊരെണ്ണം. ഇതിൻ്റെ പല വേരിയൻസും നമുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഏതൊരു ഇത് ഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ പല ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇതിൻ്റെ വേറൊരു മോട്ടീഫാണത് ഇനി നമ്മൾ ചെയ്യാൻ പോണ. ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള നമ്മുടെ നോർമൽ ഹംസ് പോലെ വരയ്ക്കില്ലേ, ഹംപ്പുകൾ പോലെ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഐ കൊടുക്കുക. ഇനി ഇതിന് തന്നെ വേറൊരു വേരിയന്റ് ചെയ്യാം. ഞാനിതിപ്പോൾ വരച്ച് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഐ ഇത്തിരി ചെരിഞ്ഞ് പോകുന്നത്, അപ്പം അത് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇപ്പം കണ്ട ഇങ്ങനെ ചെരിഞ്ഞിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഒന്ന് ചെരിച്ചു കൊടുക്കുക. അപ്പം അതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, റാദർ ദാൻ ഡ്രോയിങ് ഇറ്റ് ലിറ്റിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇത് രണ്ട് വേരിയൻ്റ് ആണ്, രണ്ടും വരച്ച് വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ചുമ്മാ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസിൽ, അത് ഒരു സ്കെയിലിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ. അതും അടുപ്പിച്ച് വിത്ത് ഈക്വൽ ബോർഡർ. അത് ടൈം എടുക്കും, പക്ഷെ ഇപ്പം തന്നെ വരയ്ക്കുമ്പോൾ ശീലിക്കുക. സ്കെയിലില്ലാതെ നോർമൽ ഹാൻഡ് കൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് ലൈൻസ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ലൈൻസാണ് അടുത്തത്. ഇനി ഇതേ സാധനം കുറച്ച് ഗ്യാപ്പായിട്ടാണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചു കൊണ്ടുപോവുക, അറ്റത്ത് മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് ചെരിച്ചു കൊണ്ടുവരിക. ഇവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സെൻറ്റർ പോയിന്റിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഗ്യാപ്പ് ഇട്ട് താഴേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതന്നെ. ഇതേപോലെ ആർച്ചുകൾ വരയ്ക്കും. ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടല്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട്, എന്നിട്ട് അറ്റത്ത് ഒരു ചെറിയ ഒരു കുഞ്ഞ്, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല, അങ്ങനത്തെ സർക്കിൾസ്. ഹലോ, സോ ദിസ് ഇസ് ആർ നെക്സ്റ്റ് മണ്ടാല. സോ ഇതിൽ ഐ എം ജസ്റ്റ് ഗോണ ടേക്ക് ഒരു ജസ്റ്റ് റാൻഡം സെൻറ്റർ എടുക്കുകയാണ്, ആൻഡ് ഐ വിൽ ബി ഡ്രോയിങ് മെഷേഴ്സ്. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്കൊരു ഇന്നർ സർക്കിൾ ഉണ്ടാവും. ആ ഇന്നർ സർക്കിൾ ഇസ് ഗോയിങ് ടു ബി 1 സെൻറ്റിമീറ്റർ. സോ ഞാൻ ഇങ്ങനെ വെക്കുന്നു, ആൻഡ് ഐ എം ജസ്റ്റ് ഡ്രോയിങ് ആൻ ഇന്നർ സർക്കിൾ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഡാർക്കൻ ഇറ്റ്. ഓക്കെ, ഇനി മറ്റേ ലൈൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് നാളെ ഒരു സെഷൻ എടുക്കാം, ജസ്റ്റ് വിത്ത് ദ ഗ്രിഡ്സ് അലോൺ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടെ നിന്ന് വളരെ കുറച്ചൊന്ന് പുള്ളി ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സോറി എനിക്കത് മെഷർ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ജസ്റ്റ് ഒരു സർക്കിൾ, ഒരു ഔട്ടർ സർക്കിളും കൂടെ വരയ്ക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഐ എം ഡ്രോയിങ് കുറച്ചുകൂടെ വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു സർക്കിളും കൂടെ, അങ്ങനെ ഇപ്പം 3 സർക്കിൾസായി. 3 സർക്കിൾസ് കഴിഞ്ഞിട്ട് നാലാമത്തതിന് ഞാൻ കുറച്ച് ലെങ്ത് കൊടുക്കുകയാണ്. ഫോർ ഇൻസ്റ്റൻസ് സെൻറ്ററിന് 3 സെൻറ്റിമീറ്റർ വരും കേട്ടോ.
3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിളും കൂടെ വെച്ചു. ദിസ് ഇസ് 3 സെൻറ്റിമീറ്റർ. ഫസ്റ്റത്തെ 1 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടിനും മെഷർ ഇല്ല, ജസ്റ്റ് വരയ്ക്കുക. നെക്സ്റ്റത്തത് 3 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ അത് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ലെറ്റ്സ് ഗോ ടു 4 സെൻറ്റിമീറ്റർ. ഞാൻ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. ഇനി 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 6. നമ്മൾ ലാസ്റ്റ് എത്ര സർക്കിൾസാണ് പഠിച്ചത്? ലാസ്റ്റ് വരച്ചത് എനിക്ക് തോന്നുന്നു ഒരു 4 or 5 സർക്കിൾസ് ആണ് വരുന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ 6 സർക്കിൾസിൻ്റെ എണ്ണം ഇത്തിരി കൂടുതലായിരിക്കും. 6 വരെ പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്തിരി മണ്ഡലയുടെ സൈസ് ഇത്തിരി കൂട്ടുകയാണ്. ഇനി ഇതിൽ ഉള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മണ്ഡലയിലും നമ്മൾ ഓരോരോ പുതിയ പുതിയ പാറ്റേൺസ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇന്നത്തെ മണ്ഡലയ്ക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ ബ്രൗൺ ആണ്. നമ്മൾ ലാസ്റ്റ് ഞാനിങ്ങനെ കളർ മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ മാറ്റാം. അതർവൈസ് യു ക്യാൻ ഗോ ഫോർ ബ്ലാക്ക് ഇറ്റ് സെൽഫ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇന്നർ സർക്കിളിൽ ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുക. ദ വെരി ഫസ്റ്റ് സർക്കിൾ. എന്നിട്ട് ഞാൻ അതിനെ പതുക്കെ കംപ്ലീറ്റ്ലി ഫുള്ളി ബ്രൗൺ കളറാക്കി കൊടുക്കുക. നമ്മൾ ഇന്ന് പഠിക്കുന്ന മോട്ടീവ്സ് ആയിരിക്കും അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ചിലത് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചതും ഉണ്ടാവും, അതല്ലാതെ പുതിയത് പഠിക്കുന്ന മോട്ടീവ്സ് ഉണ്ടാവും. മണ്ഡല നമ്മൾ മോട്ടീവ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി, നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ബെറ്റർ യു സ്റ്റാർട്ട് ഡ്രോയിങ്. ഫസ്റ്റ് തന്നെ കിട്ടണം എന്നില്ല, ബട്ട് വി വിൽ ട്രൈ ആ മാക്സിമം ആ ഒരു പെർഫെക്ഷനോടുകൂടി. ദ മോർ മണ്ഡലാസ് വി ഡ്രോ. പറ്റുകയാണെങ്കിൽ ഞാൻ എവറി ഡേ ഐ ഷെയർ കുട്ടി കുട്ടി മണ്ഡലാസ്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതേത് വരച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി സെൻറ്ററിൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് റോ ഞാൻ ചുമ്മാ ജസ്റ്റ് ലൈൻ, ഒരൊറ്റ ലൈനിൽ അധികം തിക്നെസ് ഇല്ലാതെ ആ നമ്മൾ വരച്ച സർക്കിളിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പിന്നെ അടുത്തതും നമ്മൾ ചുമ്മാ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒരു എഫക്റ്റ് കിട്ടാനാണ് നമ്മളങ്ങനെ ഒരു ലെയർ അല്ലെങ്കിൽ 2 ലെയർ വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കെച്ച് തന്നെ കോമ്പസിൽ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ബട്ട് സിൻസ് ഇറ്റ് ഇസ് എ ബിഗിനിങ്, നിങ്ങൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ഓവർലൈൻ ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. നമുക്ക് ഇത്രയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഗ്രിഡ്സ് വരയ്ക്കണം. ചില സമയം നമുക്ക് കറക്റ്റായി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വി ഹാവ് അവർ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ അധികം ഡാർക്ക് ചെയ്യരുത് കേട്ടോ. ഇത് പെൻസിലാണ്, അപ്പോൾ ലൈറ്റായിട്ടേ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം എനിക്ക് ഇവിടെ നിന്ന് മാത്രം ഗ്രിഡ്സ് മതി, അതുകൊണ്ട് ഞാൻ ഇതാക്കാണ്. ഇനി ഓൾമോസ്റ്റ് സെൻറ്റർ ഇങ്ങനെയും വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് സെൻറ്റർ കേട്ടോ. നമ്മൾ നേരത്തെ 4 ആയി ഡിവൈഡ് ചെയ്തതിൽ നമ്മളൊന്ന് ഒരു 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതെല്ലാം ഓൾമോസ്റ്റ് സെൻറ്റർ എടുത്താൽ മതി. നിങ്ങൾക്ക് എക്സാക്ട് മെഷർ ഇപ്പോൾ ചെയ്യണമെന്നില്ല, ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് എക്സാക്ട് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കേണ്ടത്. അപ്പം നമുക്കിപ്പോൾ 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. 8 ഗ്രിഡ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നത്. സോ ഐ എം ടേക്കിംഗ് ആ ബ്രൗൺ പെൻ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ 2 എണ്ണം വെച്ചിട്ട് വരയ്ക്കും. സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചേച്ചി, 2 എണ്ണം വരാനൊക്കെ. പക്ഷെ ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ 2 എണ്ണമാണ് വരേണ്ടത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ആണ് എടുക്കുന്നത്, നോട്ട് എക്സാക്ട്. എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈക്വൽ മെഷറായിട്ട് കിട്ടും. പക്ഷെ എക്സാക്റ്റ് അല്ലാത്തതുകൊണ്ട്
സോറി, അവിടെ നിന്നൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ചുറ്റും ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്യാപ്പും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ദിസ് മണ്ഡലാസ് ആർ ആക്ച്വലി വെരി നൈസ്. നമ്മളിപ്പോൾ സിംഗിൾ കളറല്ലേ, നമുക്കൊരു 12 എണ്ണം സിംഗിൾ കളേഴ്സിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് മൾട്ടി കളേഴ്സിലേക്ക് പോകാം. അപ്പം ഭയങ്കര പ്രിട്ടി ആയിരിക്കും, നമുക്ക് നല്ല ഫീൽ ഗുഡായിരിക്കും ഈ മൾട്ടി കളേഴ്സൊക്കെ ചെയ്യുമ്പോൾ. അത് നമുക്ക് പല പാറ്റേൺസിലും ചെയ്യാൻ പറ്റും. അത് ഞാൻ പല തീമിലും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇറ്റ് വിൽ ബി വെരി നൈസ്. The more patterns we draw, more നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പറ്റും. അത് തന്നെ വരയ്ക്കാനുള്ളൊരു ക്രിയേറ്റിവിറ്റിയും വരും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും പാർട്ട് ഫിൽ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയ പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഈ ഇന്നത്തെ പാറ്റേൺസിൽ പഠിക്കുന്ന പുതിയൊരു പാറ്റേൺ ആണ്. അതായത് ഇവിടെ കൊണ്ടുവന്ന് ഷാർപ്പൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു കേർവ് ചെയ്തിട്ട് ഷാർപ്പൻ ചെയ്ത്, നമ്മൾ മറ്റേലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ലീഫാണ്. എന്നിട്ട് ഇവിടെ കൊണ്ട് വീണ്ടും ഷാർപ്പൻ ചെയ്യുക, കൊണ്ടുവയ്ക്കുക. ഇവിടെ വീണ്ടും മുകളിലെത്തുമ്പോൾ ഷാർപ്പായിട്ട് താഴേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു താഴേക്ക്. ഇതിന് എളുപ്പം വരയ്ക്കാനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കൊണ്ടുവരിക, എന്നിട്ട് കേർവ് ചെയ്ത് നമ്മുടെ പോയിന്റിൽ കൊണ്ടുവരിക, എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട്. അതായത് ലീഫ് ഡിസൈൻ എന്നാണ് ഇതിന് പറയുക. നമ്മൾ ലീഫ് ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഒരെണ്ണത്തിൽ 2 2.5 ഒക്കെ വരാം. നിങ്ങൾക്ക് എത്ര സ്പേസ് ഉണ്ടോ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ വരയ്ക്കാൻ പഠിക്കുക. പിന്നെ നമുക്ക് സ്പേസിങ് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ജസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ ഒക്കെ ഇതള് വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ലീഫൊക്കെ വരയ്ക്കുന്ന പോലെ വന്നാൽ മതി. ഇതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് വേണം വരയ്ക്കാൻ. ജസ്റ്റ് സെക്കൻഡ്, പെണ്ണൊന്ന് മാറ്റിക്കോട്ടെ. കണ്ടോ, അപ്പോൾ എനിക്ക് കറക്റ്റായി കിട്ടി. ഇനി ഇതൊരു പാറ്റേൺ ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡിസൈനും കൂടെ ഞാൻ കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു പാറ്റേൺ വരയ്ക്കുക. അതതിൻ്റെ ബോർഡറിൽ കൂടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഇത്രയും കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ ഡിസൈൻ ഒരെണ്ണം കൂടെ വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ നിന്നും കൂടെ ഇവിടേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഓരോ സെറ്റിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ കണ്ടോ. അപ്പം ഇനി ഇതിൻ്റെ
ഇത് രണ്ടും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൻ്റെ ഇതാണ് ഏറ്റവും സെൻറ്റർ, ഇതിൻ്റെ നേരെ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ കോർണറിൽ നിന്ന്, ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവുക, അതേപോലെ തിരിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവരിക. അപ്പോൾ ഇത് രണ്ടും എടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് പോയി എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി ഇതുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയും ഒരു 3 സെറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഹെഡിൻ്റെ കുറച്ച് താഴെന്ന്, ഹെഡിലാവരുത്, ഹെഡിൻ്റെ കുറച്ച് താഴെന്ന് കേട്ടോ. അപ്പം നമുക്ക് 3 സെറ്റ് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെറ്റിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു, സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തു, ഇങ്ങനെ കൊടുത്തു, സെറ്റ് മാർക്ക് ചെയ്തു, കൊടുത്തു. അപ്പം നമുക്ക് ഫൈനലി 3 എണ്ണമായിട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു ആൻഡ് ഇറ്റ് കം. അപ്പോൾ നമുക്ക് ഇത്രയും അടുത്ത പ്രിൻ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് ഇതിൻ്റെ ഔട്ടർ ലെയറാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വരച്ച പോലെ സ്കെച്ച് കൊണ്ട്, ഐ എം യൂസിങ് എ സ്കെച്ച് ഹിയർ. ആ സ്കെച്ച് കൊണ്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഇത്രയായി. ഇനി ദ ലാസ്റ്റ് വൺ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള വർക്ക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളിൽ വർക്ക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡാർക്ക് ലൈറ്റ് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷനുണ്ട്, അതായത് വലിയ ലീഫ് പാറ്റേണിൻ്റെയും ചെറിയ ലീഫ് പാറ്റേണിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് മാറിപ്പോവരുത്. അതായത് ഫസ്റ്റ് ലീഫിൻ്റെയും സെക്കൻഡ് ലീഫ് പാറ്റേണിൻ്റെയും ഇടയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഗോണ ക്വിക്ക്ലി ഗിവ് ദ കളർ. നമ്മൾ ശരിക്കും ഇനി പോവെ അതായത് ഗോയിങ് ഫോർവേഡ് ഇനി പല മണ്ഡലങ്ങൾ വരച്ചു കഴിയുമ്പോൾ ഇതുപോലെ മോട്ടിഫുകളുടെ ഉള്ളിൽ നമ്മൾ വേറെ മോട്ടിഫ്സ് വരയ്ക്കും. അപ്പം നിങ്ങൾ അതിന് അൺടിൽ യു ആർ റെഡി ഞാൻ നിങ്ങൾക്ക് ഫില്ലിങ്സ് ആയിരിക്കും, അത് കൂടുതലും കളേഴ്സ് ഫില്ല് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇതാണ് ഒരു പാറ്റേൺ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷൻ, ഈ 2 പോർഷൻസ് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ കൊടുക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ചുമ്മാ വിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പെന്നെടുത്തിട്ട് ഈ ഗ്യാപ്പിൽ 2 മോട്ടിഫുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് കൊടുക്കുക.
ശരിക്കും നമുക്ക് ഈ മോട്ടീഫിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് വരയ്ക്കാം. പക്ഷെ നിങ്ങൾക്കത് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് തരാത്തത്. അവിടെ നമ്മൾ പ്ലെയിനായിട്ട് വിടുമായിരിക്കും. The final one. ഓക്കെ, ഇത്രയായി നമുക്ക്. ഇനി വരുന്നത് നമുക്ക് ദ വെരി ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ്. ആ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ളതല്ല, ഇങ്ങനെ വരയ്ക്കില്ലേ, വെറും അവിടെ വേറെ പെറ്റൽസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നമ്മുടെ വെരി ബേസിക് ആയിട്ടുള്ള ആർച്ചസ് വരയ്ക്കുകയാണ്. അതെ, ഇനി അഗൈൻ ഐ എം ടേക്കിംഗ് ദ പെൻ. ഇനി അടുത്തത് നെക്സ്റ്റ് ഇതാണ്, ഒരു ലൈന്, ഒരു ഡോട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഇടുക, അതിൻ്റെ മുകളിൽ നമ്മൾ ഐ ലെറ്റർ ഇല്ലേ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ, അതുപോലെ അത് വരയ്ക്കും. ഇനി കുറച്ചുകൂടെ ഭംഗി വരാൻ അതിന് ഒരു ചെറിയൊരു കേർവ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല പ്രിട്ടി ആയിരിക്കും. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും മതി. Okay, so this is our mandala for the day. Hope നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഓരോ മോട്ടിഫുകളും. ട്രൈ ഡൂയിങ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി വേറൊരു മണ്ഡലം ചെയ്യാം.